ഞാനും വളർന്നു ഇതേപോലെ തന്നെ അച്ഛനും അമ്മയും കാരണം രണ്ടുപേരും ഹോസ്പിറ്റൽ ഫീൽഡിലായിരുന്നു. അപ്പൊ അമ്മ നഴ്സും അച്ഛൻ അതിന്റെ തന്നെ ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ആയതുകൊണ്ട് ഇവര് ഓരോ ജില്ലകളിൽ പറന്നു നടക്കുന്ന സമയത്ത് ഞാനും വളർന്നത് എന്റെ അമ്മമ്മയുടെ കൂടെയാണ്. അപ്പോ ചെറുപ്പം മുതലേ എന്താ പറയാ അത് മൂത്തതായിരുന്നു. എനിക്ക് രണ്ടാമതൊരു കുട്ടിയില്ല, ആ സമയത്ത് ഉണ്ടായിട്ടുമില്ല. കൂടുതൽ സമയത്തും ഒറ്റയ്ക്ക് തന്നെയായിരുന്നു എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ തൊട്ടടുത്ത് വീട്ടുകാരുണ്ടോ? ഇല്ല. കൂടപ്പിറപ്പുണ്ടോ? ഇല്ല. അമ്മൂമ്മയാണ് എന്നെ വളർത്തുന്നത്. അപ്പൊ അമ്മൂമ്മയാണ് ഒബ്വിയസ്ലി കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അമ്മയ്ക്കും അച്ഛനും തീർച്ചയായും ഞങ്ങൾ പോയിട്ട് വളർത്താമെങ്കിൽ അതിനുള്ള കാശും കാര്യങ്ങളും ഉണ്ടാക്കി പറ്റും. തീർച്ചയായും എല്ലാ പാരന്റ്സും അതിന്റെ ഒരു തത്രപ്പാടിൽ തന്നെയായിരുന്നു. എന്റെ പാരന്റ്സിനും അതിന് കുറ്റബോധം ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും അമ്മ ഓടി നടന്ന് ജോലി ചെയ്യുമ്പോഴും ആഴ്ചയിൽ ഒരിക്കലോ മാസത്തിലൊരിക്കലോ കണ്ടാലായി. എന്താണ് നമുക്ക് ഇപ്പൊ റിയലൈസേഷൻ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് അമ്മയെ മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ അമ്മയോട് ഒന്ന് തുറന്ന് സംസാരിക്കാൻ പോലും സമയം കിട്ടാറില്ല. ഇപ്പോ സമയം കിട്ടുമ്പോൾ നമുക്ക് സമയം കിട്ടാത്ത നിങ്ങൾക്ക് കുട്ടികളെ ഏറ്റവും നല്ല സ്കൂളിൽ